പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 52 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാണെങ്കിൽ നിങ്ങളതിൻ്റെ ബേസിക് അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സെലസ്റ്റിയൽ പേൾ ഡാനിയോസ് ലെങ്ത് ഈസ് 2 centimeter and the length of a Philippine goby is 9-10 centimeter. What is the difference in the lengths? അപ്പോൾ ഇവിടെ രണ്ട് ഫിഷുകളുടെ ലെങ്താണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരെണ്ണത്തിൻ്റെത് സെലസ്റ്റിയൽ പേൾ ഡാനിയോസിൻ്റെ എന്താണ് 2-4 tons യൂണിറ്റും ഫിലിപ്പിൻ ഗോബിയുടെ 9-10 യൂണിറ്റുമാണ് ലെങ്ത്. ഈ രണ്ട് ഫിഷുകൾ തമ്മിലുള്ള ലെങ്തിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പം ദ ലെങ്ത് ഓഫ് എ സെലസ്റ്റിയൽ പേൾ ഡാനിയോ ഫിഷ് ഇസ് ഇക്വൽ ടു എത്രയാണ്? 2-4 tons ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2-4 tons എന്ന് വെച്ചാൽ എന്താ? 2 യൂണിറ്റും 1/10 4 യൂണിറ്റും. 2 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10 10 പാർട്സ്. 2 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10 20 പാർട്സ് അല്ലേ. അപ്പോൾ 20 tonsഉം പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 1/10 4 പാർട്സ്. അപ്പോൾ 4 tonsഉം രണ്ടും കൂടെ ചേർന്ന് 24 tons ആണ് വരിക. അപ്പോൾ 24/10 centimeter. അടുത്തത് ദ ലെങ്ത് ഓഫ് എ ഫിലിപ്പിൻ ഗോബി ഫിഷ് ഈസ് ഇക്വൽ ടു എത്രയാണ്? 9/10 centimeter. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഡിഫറൻസ് ഈസ് ഇക്വൽ ടു ഡിഫറൻസ് ഇൻ ദർ ലെങ്ത്സ് ഈസ് ഇക്വൽ ടു ഞാൻ ഡിഫറൻസ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഡിഫറൻസ് ഈസ് ഇക്വൽ ടു രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ. 24/10 centimeter മൈനസ് 9/10 centimeter ഇസ് ഇക്വൽ ടു എന്ത് വരും? 24 - 9 ഈസ് 15/10 centimeter. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഡിനോമിനേറ്ററിനെ കാട്ടിൽ വലുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമുക്ക് 10 1/10 യൂണിറ്റുകൾ വെളിയിലെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 10/10 പ്ലസ് 5/10 എന്ന് എഴുതാം. 10/10 എന്ന് പറയുന്നത് എന്താണ്? 1/10 10 പാർട്സ്, ദാറ്റ് ഈസ് 1 യൂണിറ്റ്. അപ്പോൾ 1 5/10 എന്ന് ഇതിനെ എഴുതാം. അപ്പോൾ ഈ ഫിഷുകൾ തമ്മിലുള്ള ലെങ്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1/5-10 centimeter ആണ് ഈ ഫിഷുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ ഗിവൺ സീക്വൻസസ് ഓഫ് നമ്പേഴ്സ്, ഐഡൻറ്റിഫൈ ദ ചേഞ്ച് ആഫ്റ്റർ ഈച്ച് ടേം ആൻഡ് എക്സ്റ്റെൻഡ് ദി പാറ്റേൺ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദ ചേഞ്ച് ആഫ്റ്റർ ഈച്ച് ടേം. ഓരോ ടേമിനും ശേഷമുള്ള ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ഈ പാറ്റേണിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്ന പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 4 3/10 4 6/10 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ടേമുകളും കഴിയുമ്പോൾ എത്രൻ്റെ ചേഞ്ചാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റിൽ ഇതാ ഇവിടെ നോക്കിയേ 4 ആണ്. 4 കഴിഞ്ഞിട്ട് പിന്നെന്തായി? 4 + 3/10 ആയി. 4 3/10 എന്ന് വെച്ചാൽ എന്താണ്? 4 യൂണിറ്റും അതിൻ്റെ കൂടെ 1/10 3 പാർട്സും കൂടെ ചേരുന്നതാണ് 4 3/10. അപ്പോൾ അതിനെ നമുക്ക് എന്തെഴുതാം? 4 + 3/10 എന്ന് എഴുതാം. അടുത്തതിൽ വന്നപ്പോൾ എന്തായി? 4 യൂണിറ്റും 1/10 6 പാർട്ടുകളും കൂടെ ചേരുന്നതായി. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ആദ്യത്തതും ഇതും കൂടെയുള്ള ഡിഫറൻസ് എത്രയാണ്? 4ൻ്റെ കൂടെ 3/10 ആഡായി. അടുത്തത് വന്നപ്പോഴോ നോക്കിയേ 4 ഉണ്ട്. ഈ 3/10 എന്തായിട്ട് മാറി? 6/10 ആയിട്ട് മാറി. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ കൂടെ 3/10
ആഡായി അല്ലേ. ഇവിടെ 3/10ൻ്റെ കൂടെ 3/10 കൂടെ ആഡായിട്ടാണ് 6/10 ആയത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്ത ടേം ഇവിടെ എന്തായിരിക്കും വരിക? ഈ 6/10ൻ്റെ കൂടെ 3യും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ എന്താവും? 4 + 6 + 3 9/10 എന്ന് വരും. അതിനെ നമുക്കിവിടെ എന്തെഴുതാം? 4 9/10 യൂണിറ്റ് എന്ന് എഴുതാം. അടുത്ത ടൈം എന്തായി? 4 9/10 യൂണിറ്റ് എന്നായി. അപ്പോൾ ഇനി അടുത്തതിൽ എന്ത് വരും? 4 + 9/10ൻ്റെ കൂടെ എത്ര വെച്ചാണ് ആഡാകുന്നത്? 3/10 വെച്ചാണ് ആഡാകുന്നത് അല്ലേ. അപ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ കൂടെ 3/10 ആഡാകും. അപ്പോൾ ഇതെന്താവും? അപ്പോൾ ഇവിടെ എന്താവും? 4 + 9 + 3 = 12. 12/10. അപ്പോൾ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാട്ടിൽ ചെറുതാണ്, ന്യൂമറേറ്ററാണ് വലുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 4 + ഈ 12/10നെ എങ്ങനെ എഴുതാം? 10/10 + 2/10 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ആ 10/10 1 ആയിട്ട് മാറും, പ്ലസ് 2/10. ഇപ്പോൾ ഇതെന്തായി? 5 2/10 ആയി. അപ്പോൾ അടുത്ത ടേം എന്ത് വരും? 5 2/10 എന്നായി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? വീണ്ടും ഇതിൻ്റെ കൂടെ 3/10 ആഡ് ചെയ്യും. അപ്പോൾ 3 ആഡ് ചെയ്യുമ്പം 5/10. ഇനി വീണ്ടും 3/10 ആഡ് ചെയ്യുമ്പം 5 8/10 ഇങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ നമ്മുടെ പാറ്റേൺ 4 3/10, 4 6/10, 4 9/10, 5 2/10, 5 5/10, 5 8/10 ഇങ്ങനെ പോകും കേട്ടോ. ഇനി അടുത്ത സെക്കൻഡ് വണ്ണിൽ നോക്കി 8 2/10, 8 7/10, 9 2/10 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ 8 ആണ്, അടുത്തതിലും 8 ആണ്. ചേഞ്ച് വന്നിരിക്കുന്നത് 2/10 കഴിഞ്ഞിട്ട് ഇവിടെ എന്തായി? 7/10 ആയി. 2 ഇവിടെ 7 ആയിട്ട് മാറി. അപ്പോൾ എത്രൻ്റെ ഡിഫറൻസ് വന്നു? 8 2/10 എന്നുള്ളത് 8 7/10 ആയി. അപ്പോൾ 2/10 7/10 ആയപ്പോൾ എത്രൻ്റെ ചേഞ്ച് വന്നു? 5/10ൻ്റെ ചേഞ്ച് വന്നു. അപ്പോൾ 5/10 വെച്ചാണ് കൂടുന്നത്. ഇനി 8 7/10ൻ്റെ കൂടെ 5/10 ആഡായപ്പോൾ എന്തായി? 8 7 + 5 12/10. ഇവിടെ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് ന്യൂമറേറ്റർ, അതുകൊണ്ട് 10/10 + 2/10 എന്ന് എഴുതാം. ആ 10/10 1 ആവും. അപ്പോൾ ഇവിടെ 8ൻ്റെ കൂടെ 1 കൂടെ ആഡായി 9 ആവും. 9 2/10 എന്നാവും. അതാണിത് ഇവിടെയുള്ളത്. ഇനി വീണ്ടും ഇതിൻ്റെ കൂടെ എന്ത് ആഡാവും? 5/10 ആഡാവും. അപ്പോൾ എന്ത് വരും? 9 7/10. അപ്പോൾ അടുത്ത ടേം 9 7/10. ഇനി വീണ്ടും 9 7/10ൻ്റെ കൂടെ വീണ്ടും എന്താടാവും? 5/10 ആഡാവും. അപ്പോൾ എന്തായിട്ട് മാറും? 9 12/10 ആവും. ഇതിനെ നമുക്ക് 10/10 + 2/10 എന്ന് എഴുതാം. 10/10 1 ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡായി 10 2/10 എന്നാവും. അപ്പോൾ അടുത്ത ടേം എന്ത് വരും? 10 2/10. വീണ്ടും ഇതിൻ്റെ കൂടെ 5/10 ആഡായിട്ട് 10 7/10. അടുത്ത അപ്പോൾ എന്തായിരിക്കും? 11 2/10 ഇങ്ങനെ വരും. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 ടേമുകൾ നോക്കിയിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. അടുത്തതിൽ എന്താണ് വരുന്നത്? 7 6/10, 8 7/10 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ 7 ആണ്, ഇവിടെ 8 ആണ്. അപ്പോൾ എന്ത് ഇൻക്രീസ് ആകുന്നുണ്ട്? 1 ഇൻക്രീസ് ആകുന്നുണ്ട്. ഇവിടെ 6/10, ഇവിടെ 7/10. അപ്പോൾ ഇതിനകത്ത് 1/10 ഇൻക്രീസ് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ 1/10 ആണ് മൊത്തത്തിൽ ഇൻക്രീസ് ആകുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ടൈം എന്ത് വരും? 7ൻ്റെ കൂടെ 1 ആഡായി 8 ആയി. അപ്പോൾ അടുത്തത് 9 ആകും. ഇവിടെ 6 7 ആയി. അപ്പോൾ അടുത്തത് 8/10. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത എന്തായിരിക്കും? 9 10 ആവും. 8/10 9/10 ആവും. അടുത്തത് എന്തായിരിക്കും? 10 11 ആവും അല്ലേ. 10 11 ആവും. 9/10 10/10 ആവും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 10/10 1 ആയിട്ട് 11 കൂടെ ചേർന്ന് 12 ആയിട്ട് മാറും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. 9 8/10 10 9/10 എത്ര വെച്ചാണ് ആഡാകുന്നത്?
ഹോൾ നമ്പറിൻ്റെ കൂടെ 1 ആഡാവും, ഫ്രാക്ഷൻ്റെ കൂടെ 1/10 ആഡാവും. അങ്ങനെയാണ് ആഡാകുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ 10/10 1 ആയിട്ട് 11ൻ്റെ കൂടെ ചേർന്ന് 12 ആവും. അടുത്ത അപ്പോൾ എന്താണ്, 12ൻ്റെ കൂടെ 1 ആഡായി 13, പിന്നൊരു 1/10. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇനി അടുത്തത് ഡിയിൽ 5 7/10, 5 3/10. അപ്പോൾ ഇവിടെ 5 തന്നെയാണുള്ളത്, പക്ഷേ 7/10 എന്തായിട്ട് മാറി, 3/10 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണല്ലേ, സബ്ട്രാക്ഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. നോക്കിയേ, 5 7/10 എന്തായിട്ട് മാറി, 5 3/10 ആയിട്ട് മാറി. അപ്പോൾ ഈ 7/10 3/10 ആയിട്ട് മാറണമെങ്കിൽ എത്രയാണ് സബ്ട്രാക്റ്റ് ആയത്? 7 - 3 is 4. 4/10 ആണ് സബ്ട്രാക്റ്റ് ആയതല്ലേ. 4/10. അപ്പോൾ നമ്മൾ ഓരോ ടേമിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ 5 3/10 നിന്ന് 4/10 സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഈ 5 3/10 നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് നിങ്ങൾക്ക് സബ്ട്രാക്റ്റ് ചെയ്യാൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക കേട്ടോ. 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1/10ൻ്റെ 50 പാർട്സ് ആണ്. അപ്പോൾ 50 + 3 53/10 എന്ന് കിട്ടും. -4/10. 53 - 4 is 49/10 എന്ന് കിട്ടും. ഇതിനെ എങ്ങനെ എഴുതാം? 40/10 + 9/10. 40/10 എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 4 9/10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ അടുത്ത ടേം എന്താണ്? 4 9/10. ഈ 4 9/10 നിന്ന് വീണ്ടും എത്രയാണ് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നത്? 4/10. അപ്പോൾ എന്ത് കിട്ടും? 9/10 നിന്ന് 4/10 സബ്ട്രാക്റ്റ് ചെയ്താൽ 5/10. അപ്പോൾ അടുത്ത ടേം 4 5/10 കിട്ടും. ഈ 4 5/10 നിന്ന് വീണ്ടും 4/10 സബ്ട്രാക്റ്റ് ചെയ്താൽ 4 1/10 കിട്ടും. ഇനി 4 1/10 നിന്ന് വീണ്ടും എന്ത് സബ്ട്രാക്റ്റ് ചെയ്യണം? 4/10 സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ 4 1/10 എന്ന് പറയുന്നത് എന്താണ്? 4 എന്ന് പറയുന്നത് 40/10 ആണല്ലേ. അപ്പോൾ 40/10 + 1/10 ദാറ്റ് ഈസ് 41/10 - 4/10 ദാറ്റ് ഈസ് 37/10. 37/10 എന്ന് പറയുന്നത് എന്താണ്? 30/10 + 7/10. 30/10 ഈസ് 37/10 എന്ന് കിട്ടും. അടുത്തത് 37/10. അപ്പോൾ ആദ്യം തൊട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും കേട്ടോ. ഈ 4 1/10 എങ്ങനെയാണ് 41/10 ആയെന്ന് മനസ്സിലായല്ലോ. 4 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1/10ൻ്റെ 40 പാർട്ടുകളാണ്. അപ്പോൾ ആ 40 1/10ഉം 1 1/10ഉം കൂടെ ചേർന്നാണ് 41/10 എന്നായത് കേട്ടോ. ഓക്കെ, കണ്ടുപിടിച്ചല്ലോ. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് ഇവിടെ 13 5/10, 13 12 5/10 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 13 5/10 13 ആയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5/10 വെച്ച് ഓരോ ടേമിൽ നിന്നും സബ്ട്രാക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ 13 5/10 നിന്ന് 5/10 സബ്ട്രാക്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് 13 കിട്ടിയത്. ഈ 13 നിന്ന് 5/10 സബ്ട്രാക്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് 12 5/10 കിട്ടിയത് അല്ലേ. അതിൽ നിന്ന് 5/10 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. അതിൽ നിന്ന് വീണ്ടും 5/10 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 11 5/10 കിട്ടും. ഇതിൽ നിന്ന് വീണ്ടും 5/10 സബ്ട്രാക്റ്റ് ചെയ്താൽ 11 കിട്ടും. വീണ്ടും 5/10 സബ്ട്രാക്റ്റ് ചെയ്താൽ 10 5/2 കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ പോവുക. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 11 5/10, 10 4/10, 9 3/10 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ആവും? 11 ഇവിടെ എന്തായി? 10 ആയി. 10 ഇവിടെ 9 ആയി. അപ്പോൾ ഹോൾ നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ആകുന്നുണ്ട്. ഇനി ഇവിടെ 5/10 4/10 ആയി, 4/10 3/10 ആയി. അപ്പോൾ ഇവിടെ 1/10 വെച്ച് സബ്ട്രാക്റ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്ര വെച്ച് സബ്ട്രാക്റ്റ് ആയി? 1 10/10 വെച്ച് ഓരോ ടീമിൽ നിന്നും സബ്ട്രാക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 9 അപ്പോൾ 8 ആകും, 3/10 2/10 ആകും. അടുത്തത് 8 7 ആകും, 1/10 എന്താവും? 2/10 1/10 ആവും. അടുത്തത് എന്താവും? 7 6 ആവും,
1/10 നിന്ന് ഒരു 1/10 സബ്ട്രാക്റ്റ് ആയാൽ 0. അപ്പോൾ 6 തന്നെ വരും അല്ലേ. ഇനി ഇതിൽ നിന്ന് 1/10 സബ്ട്രാക്റ്റ് ആയാൽ എന്ത് വരും? 6ൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ആയാൽ 5 ആകും അല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 6ൽ നിന്ന് 1/10 സബ്ട്രാക്റ്റ് ആകണം. അപ്പോൾ 6 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1/10ൻ്റെ 60 പാർട്സ് ആണ്. അപ്പോൾ 60/10 മൈനസ് 1 എന്ന് വെച്ചാൽ എന്ത് വരും? 1/10ൻ്റെ 10 പാർട്സ്. അപ്പോൾ 10/10 പ്ലസ് 1/10 ദാറ്റ് ഈസ് 11/10 എന്ന് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? 1/10 എന്ന് വെച്ചാൽ എന്താണ്? 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10ൻ്റെ 10 പാർട്സ്. 1/10ൻ്റെ 10 പാർട്സ് ദാറ്റ് ഈസ് 10/10. പിന്നെന്തുണ്ട്? ഇവിടെ ഒരു 1/10 കൂടെ ഉണ്ട്. ടോട്ടൽ 11/10. അപ്പോൾ ഇത് സബ്ട്രാക്റ്റ് ചെയ്താൽ എന്താ കിട്ടുക? 49/10 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 49/10 ആണ്. അപ്പോൾ 6 കഴിഞ്ഞിട്ട് അടുത്ത ടൈം എന്ത് വരും? 49/10. അപ്പോൾ നമുക്ക് എളുപ്പമുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. 11 10 ആയി, 10 9 ആയി, 9 8 ആയി, 8 7 ആയി. ഇതെന്തായി? 5/10 4/10 ആയി, 4/10 3/10 ആയി, 3/10 2/10 ആയി. അടുത്തത് 1/10 ആയി. 1/10 നിന്ന് 1/10 സബ്ട്രാക്റ്റ് ആകുമ്പോൾ നമുക്കിവിടെ 7 6 ആയി, 6 തന്നെ കിട്ടും. ഇനി അടുത്തത് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. 6ൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ചെയ്യണം? 1/10 ആണ് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 6ൽ നിന്ന് 1/10 സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ കിട്ടുക. അപ്പോൾ 10th പാർട്ട് എന്നുള്ള പോർഷനിലെ ക്വസ്റ്റ്യൻസും എല്ലാം മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 100th പാർട്ട് എന്നുള്ള പോർഷനാണ്. അപ്പോൾ അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.